എല്ലാവർക്കും PSC നോളജ് 2.0യിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാമേ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യമേ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ നോക്കാം, പിന്നീട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടത് നോക്കാമേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 1. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 2. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 3. രക്തരൂഷിതമായ ഞായറാഴ്ച. 4. ബോക്സർ കലാപം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 1, 2, 3. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 1. എ. രാജാധികാരം ദൈവദത്തമാണെന്ന സിദ്ധാന്തത്തിന് അന്ത്യം കുറിച്ചു. ബി. ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി. സി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1879 ജൂൺ 20-നാണ്. ഡി. ബൂർബൻ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണവും ഫ്രഞ്ച് ജനതയുടെ ദുരിതപൂർണമായ ജീവിതവുമാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1879-ലല്ല, 1789 ജൂൺ 20-നാണ്. 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന പി. ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. പ്രസ്താവന ക്യൂ. നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ടത് വാട്ടർലൂ യുദ്ധത്തിലാണ്. എ. പിയും ക്യൂവും ശരിയാണ്. ബി. പി മാത്രം ശരിയാണ്. സി. ക്യൂ മാത്രം ശരിയാണ്. ഡി. പിയും ക്യൂവും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. എന്താണ്? ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ക്യൂ പറയുന്നത് എന്താണ്? നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ടത് വാട്ടർലൂ യുദ്ധത്തിലാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ടത് വാട്ടർലൂ യുദ്ധത്തിലാണ്. ഈ 2 പ്രസ്താവനയും ശരിയാണ്. നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ ഉൾപ്പെടുന്നവരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ ഉൾപ്പെടുന്നതും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകർ, തൊഴിലുകൾ ചെയ്തവരെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കോമൺസ് എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പം ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നത് പുരോഹിതന്മാര്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നത് പ്രഭുക്കന്മാര്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നത് സാധാരണക്കാര്. അങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന ആരാണ്? പുരോഹിതന്മാരാണല്ലോ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നത് പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു ഈ പുരോഹിതന്മാർ. ധാരാളം ഭൂപ്രദേശം അവരുടെ കൈവശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും പുരോഹിതന്മാർ ഈടാക്കിയിരുന്ന നികുതിയാണ് തിതെ. കർഷകരിൽ നിന്നും ഒന്നാമത്തെ എസ്റ്റേറ്റ് നികുതി പിരിച്ചിരുന്നു. ആ നികുതി അറിയപ്പെടുന്നതാണ് തിതെ എന്ന് പറയുന്നത്. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരും കൂടിയാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ്. എന്നാൽ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും ഒന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്. അപ്പം ധാരാളം ഭൂപ്രദേശം കൈവച്ചിരുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. എന്നാൽ കർഷകരിൽ നിന്നും ഇവർ നികുതി വാങ്ങിയിരുന്നു. ആ നികുതി അറിയപ്പെടുന്നതാണ് തിതെ.
ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ ആരാണ്? പുരോഹിതന്മാരായിരുന്നു. പിന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരായിരുന്നു? പ്രഭുക്കന്മാരാണല്ലോ. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാരാണ്. സൈനിക സേവനം നടത്തിയവർ ഈ പ്രഭുക്കന്മാരാണ്. അപ്പൊ രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവർ സൈനിക സേവനം നടത്തിയിരുന്നു. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റുകാരും കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിക്കുന്നുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വേതനം കൊടുക്കാതെ കർഷകരിൽ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നവരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റ്. അപ്പൊ രണ്ടാമത്തെ എസ്റ്റേറ്റുകാർക്കും എന്തു കൊടുക്കണ്ട? നികുതി കൊടുക്കേണ്ട. ആഡംബര ജീവിതം നയിച്ചിരുന്ന രണ്ടാമത്തെ എസ്റ്റേറ്റുകാർക്ക് വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു. അപ്പൊ രണ്ടാമത്തെ എസ്റ്റേറ്റുകാരുടെ കയ്യിലും ധാരാളം ഭൂപ്രദേശങ്ങളുണ്ട്. ഇവര് കർഷകരിൽ നിന്ന് നികുതികൾ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നികുതി കൊടുക്കേണ്ട ആവശ്യവുമില്ല. വേതനം കൊടുക്കാതെ തന്നെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നതും രണ്ടാമത്തെ എസ്റ്റേറ്റ് ആണ്. ആഡംബര ജീവിതം നയിച്ചവരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവര്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാണുള്ളത്? പ്രഭുക്കന്മാരായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണക്കാരാണല്ലോ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവര്. അവർക്ക് ഭരണത്തിൽ ഒരവകാശവുമില്ല. അപ്പൊ ഫ്രാൻസിന്റെ ഭരണത്തിൽ ഒരവകാശവുമില്ലാത്തവരായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു. അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ സർക്കാരിന് നൽകിയ നികുതി ഏതാണെന്ന് ചോദിച്ചാൽ തൈലയാണ്. അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ സർക്കാരിന് നൽകിയ നികുതിയാണ്, ഇതൊരു ഭൂനികുതിയാണ്, ഇതാണ് തൈലെ. താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക്. താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ നികുതി നൽകിക്കൊണ്ടിരുന്നത് ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്. അപ്പൊ ഭരണത്തിൽ ഒരവകാശവുമില്ലാത്ത മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കോമൺസ് എന്നും അറിയപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺസ് എന്നാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം, മനുഷ്യാവകാശ പ്രഖ്യാപനം, വാട്ടർലൂ യുദ്ധം. ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം, മനുഷ്യാവകാശ പ്രഖ്യാപനം, വാട്ടർലൂ യുദ്ധം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെക്കുറിച്ച് നോക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20-നാണ്. 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 അത് ഓർക്കാൻ പറ്റുമല്ലോ. 1789 ജൂൺ 20-ന്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും രാജാവിൻ്റെ അധികാരം പരിമിതിപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിനായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആരാണ് നടത്തുന്നത്? മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്. രാജാവിൻ്റെ അധികാരം പരിമിതിപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിനായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് എന്ത് നടത്തുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നമുക്കറിയാം ഫ്രാൻസിലെ രാജാക്കന്മാരായിരുന്നു ബൂർബൻ രാജാക്കന്മാർ. ഇവരുടെ ധൂർത്ത് കാരണം എന്താണ്? ഫ്രാൻസിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയും ദാരിദ്ര്യവും വർദ്ധിച്ചു വന്നിരുന്ന സാഹചര്യത്തിൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ നടത്തിയ ഒരു സമ്മേളനമാണ് ടെന്നീസ് കോർട്ട് സമ്മേളനം. ഇതെന്തായിരുന്നു? ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിലൂടെ ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ബാസ്റ്റിൽ ജയിൽ ആക്രമണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിൽ ആണ് ബാസ്റ്റിൽ ജയിൽ. ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം 1789 ജൂലൈ 14-നാണ്. ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടതെന്നാണ് 1789 ജൂലൈ 14-ന്.
ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14 ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. അപ്പം ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിൽ ഏതാണ്? ബാസ്റ്റിൽ ജയിൽ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർച്ചയാണ്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നതും ബാസ്റ്റിൽ ജയിൽ തകർച്ചയാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിൽ ഏതെന്ന് വെച്ചാൽ ബാസ്റ്റിൽ ജയിലാണ്. ഈ ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1789 ജൂലൈ 14. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായ ജയിലും ഏത് തന്നെയാണ്? ബാസ്റ്റിൽ ജയിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർച്ചയാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം 1789 ഓഗസ്റ്റ് 12. അപ്പൊ ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ചോദിച്ചാൽ 1789 ഓഗസ്റ്റ് 12. ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണ്? ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ റൂസോയുടെ ആശയങ്ങളാണ്. അപ്പം മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആശയങ്ങൾ ആരുടെയാണ്? റൂസോയുടെ ആശയങ്ങളാണ്. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടമായ യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. അപ്പം നെപ്പോളിയന് അധികാരം നഷ്ടമായ യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണ്. അപ്പം 1815 എന്ത്? വാട്ടർലൂ യുദ്ധം. ഇതിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണ്. വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപാണ് സെന്റ് ഹെലേന ദ്വീപ്. അപ്പം വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ഏതെന്ന് വെച്ചാൽ സെന്റ് ഹെലേന ദ്വീപ്. അപ്പം നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർലൂ യുദ്ധമാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1815. ആരാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ആർതർ വെല്ലസ്ലി. ഇതിനെ തുടർന്ന് നെപ്പോളിയനെ എങ്ങോട്ട് നാടുകടത്തി? സെന്റ് ഹെലേന എന്ന ദ്വീപിലേക്ക്. വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നതാണ് നെപ്പോളിയൻ. നെപ്പോളിയനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വിധിയുടെ മനുഷ്യൻ. നെപ്പോളിയൻ അറിയപ്പെടുന്നത് വിധിയുടെ മനുഷ്യൻ. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് നെപ്പോളിയന്റെ ഒരു വാക്കാണ്. അപ്പൊ നെപ്പോളിയൻ പറഞ്ഞാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. ആര് പറഞ്ഞാണ്? നെപ്പോളിയൻ പറഞ്ഞാണ്. 1821 മെയ് 5 നെപ്പോളിയൻ അന്തരിച്ചത്. 1821 മെയ് 5. നെപ്പോളിയന്റെ കുതിരയുടെ പേരെന്താണ്? മാരംഗോ. മാരംഗോ ആണ് നെപ്പോളിയന്റെ കുതിരയുടെ പേര്. ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേരാണ് കോപ്പൻഹേഗൻ. അപ്പൊ നെപ്പോളിയന്റെ കുതിര മാരംഗോ, ആർതർ വെല്ലസ്ലിയുടെ കുതിരയാണ് കോപ്പൻഹേഗൻ. തുടർന്നും ക്ലാസുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്